വല്ലുവിനെ ഇങ്ങോട്ട് വരാൻ അവിടെ നിക്ക്. നിനക്ക് നിക്കാം. ഇന്ന് ഞാൻ അരവിന്ദ്, ഭാഗ്യം കാല് നിലത്ത് ഉറക്കുന്നുണ്ടല്ലോ. മദ്യപിച്ച് ബോധം പോയപ്പോ സങ്കടങ്ങളെല്ലാം മറന്ന് സുഖമായിട്ട് ഉറങ്ങി അല്ലേ? ഞാൻ നിന്റെ ഭാര്യയല്ല അരവിന്ദ്. ഇന്നലെ ഇറങ്ങിപ്പോയിട്ട് ഒരു കോളെങ്കിലും വിളിച്ചൂടായിരുന്നോ? ആരാ പറഞ്ഞ നീ എന്റെ ഭാര്യയാണെന്ന്? നീ അങ്ങോട്ട് നോക്ക്, അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോന്ന്. എന്താ ആന്റി ഇത്? എടി, ഇത് കരിന്തേളോ. കരിന്തേളോ? അയ്യോ, ഇത് കുത്തില്ലേ? കൊത്താൻ തന്നെയാടി. എന്നെ നിന്നെയൊന്നും അല്ല. പിന്നെ നീ അകത്തേക്ക് നോക്ക്, ആരെങ്കിലും വരുന്നുണ്ടോന്ന്. ചെല്ലിപ്പോ. ശരി. സമ്മതിക്കണം ആന്റിയെ. എടി, ഞാൻ ടെറസിൽ നിന്ന് നോക്കിയപ്പോഴേ അവന്റെ ഷൂസ് വെളിയിൽ കിടക്കുന്നത് കണ്ടതാ. അപ്പോഴാ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്ത്. നോക്ക് നോക്ക്. വരുന്നുണ്ടോ? വരുന്നു. പോയിട്ട് പോവല്ലേ? ശരി, പോയിട്ട് വരാം. ഈ പ്രോജക്ട് സക്സസ് ആവുന്ന കാര്യം എന്റെ കെട്ടിയവളുടെ ഐശ്വര്യം പോലെ ഇരിക്കും. എല്ലാം നന്നായിട്ട് വരും. എന്റെ വലിയ പോയിട്ട് വാ. അയ്യോ, ഷൂ പോളിഷ് ചെയ്യാൻ മറന്നു. ഞാൻ പോയി തുണി എടുത്തിട്ട് വരാം. വന്നു കേറിയ കാലം മുതൽ അന്ന വസ്ത്രാദി മുട്ടാതെ കാത്തു സംരക്ഷിച്ച തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ
പുറംകാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് തറവാട്ടമ്മയുടെ സൽപുത്രനെ വളച്ച് വശീകരിച്ച് സ്വന്തമാക്കി തറവാട്ടിന്ന് തന്നെ പറിച്ചു നട്ടിട്ട് അവള് രാഗവിസ്താരം നടത്തി ആസ്വദിച്ച് രുചിക്കൂട്ട് തയ്യാറാക്കുന്നു. അവളുടെ ഒരു നളപാചകം. മേഡം വേണ്ട, ആഹാരം നശിപ്പിക്കരുത്. എന്നെ തടയാൻ നീ ആരാടി? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമെ ചിരിച്ച് കുഴഞ്ഞഭിനയിക്കുന്ന നിന്റെ വേഷം കെട്ടൊന്നും ഈ വിലാസിനിയോട് വേണ്ട. നീ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത പല വേഷങ്ങളും കെട്ടി ഉറഞ്ഞാടിയിട്ടുള്ളവളാ ഞാൻ. അതിലൊരു വേഷ ഇപ്പൊ നീ കണ്ടു തുടങ്ങിയത്. നിന്റെ ചാന്തും കൂട്ടും അഴിച്ചു വെക്കേണ്ട സമയമായി അറിയിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താടി നീ വിചാരിച്ചേ? ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് ഇവിടെ ഇങ്ങനെ ആഘോഷിച്ചങ്ങ് കഴിയാന്നോ? ഇതേ നിന്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ല, നിന്റെ തന്തയുടെ മികച്ച അഭിനയത്തിന് അഖില എഴുതി കൊടുത്ത ഔദാര്യോ. ഇവിടെയുള്ള നിന്റെ പൊറുതി ഇന്നത്തോടെ മതി. ഇറങ്ങടി, ഇറങ്ങടി, ഇറങ്ങാൻ. മേഡം വിട്, ഇവിടെ എന്താ ഇതൊക്കെ? അയ്യോ പഞ്ചപാവം, അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. എടി, പാല് തന്ന കൈക്ക് കൊത്തിയ നിന്നെ എന്ത് ചെയ്താലും അഖില ആന്റി വിലാസിനി ആന്റിയോട് ഒന്നും ചോദിക്കാൻ വരില്ല. അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ആ വിലാസിനി ആന്റിയോട് അഖില ആന്റിക്ക് ഇപ്പൊ. മനസ്സിലായല്ലോ? ഇറങ്ങടി, ഇറങ്ങാൻ. എടി ഇറങ്ങാൻ. എന്താടി നിനക്ക് പറഞ്ഞ മനസ്സിലാവാത്ത? വീട് ഇറങ്ങ. ഞാനൊന്നും പറയുന്ന കേക്കോട്ട് പാടി. വീട് ഇറങ്ങ. ദേ നോക്ക്, എത്രയും വേഗം നിന്റെ തന്തയും ആ തടിയൻ ചെക്കനെയും വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ ഈ ഔട്ട് ഹൗസിലിട്ട് നിന്നെ ഞാൻ കത്തിക്കും. എന്തടി നോക്കുന്നേ? സൂപ്പർ ആന്റി, കൊടുക്കാന്റി അവൾക്കിട്ട്. അങ്ങനെ തന്നെ പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? ഇത് ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ. എന്റെ താലി ഈ കഴുത്തിലുള്ളിടത്തോളം ഇവളെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇതിന് മറുപടിയായി ഈ 3/4 ഇഞ്ച് കവിളത്ത് എന്റെ ഈ കൈ പതിഞ്ഞാലുണ്ടല്ലോ, 14 ലോകവും കാണും നിങ്ങള്. അത് ചെയ്യാത്തത് എന്റെ ഇളയച്ചൻ കെട്ടിയ താലി ഈ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടാ. ഇനി ഇവിടെ വന്ന് ഇവളുടെ നേരെ കുതിര കയറാൻ വന്നാൽ ഓഹോ, ഇനി ആരെ സന്തോഷിപ്പിക്കാനാണെങ്കിലും ഇവൾക്ക് നേരെ ഇനി ഈ കൈ ഉയർന്നാൽ ഇളയമയാണോ ചിറ്റമ്മയാണോന്നൊന്നും നോക്കില്ല ഞാൻ. അടിച്ച് കാരണം പൊളിക്കും, വെട്ടി അരിഞ്ഞു കളയും ആ കൈ. വിളിച്ചോണ്ട് പോടി എന്റെ കൺമുന്നിന്ന്. ഇല്ലെങ്കിൽ ഇതിനെല്ലാം കൂട്ടുനിന്ന് എരിവേറ്റി കൊടുക്കുന്ന നിന്റെ കവളത്തായിരിക്കും ആദ്യം എന്റെ കൈ വീഴുന്നത്. വിളിച്ചോണ്ട് പോടി. വാണ്ടി, നമുക്ക് പോവാം. വാ. മകലണി, കല്യാണി. സുജാതേച്ചിയോ? ഞാൻ കണ്ടില്ല. അല്ല, കല്യാണി രാവിലെ ഇംഗ്ലീഷ് പത്രം വാങ്ങാൻ പോയതാണോ? ആനന്ദ് സാറിനായിരിക്കും അല്ലേ? അതെ.
പത്രം വായിച്ച് ചായ കുടിക്കുന്ന ശീലാണല്ലോ, അത് മുടക്കണ്ടെന്ന് കരുതി. അല്ല, ഇന്ന് വിളപ്പുറത്തമ്മയെ കാണാൻ പോകുന്നില്ലേ? ഇന്ന് 1-ാം തീയതിയാ. പോണം. എല്ലാവർക്കും ചായ കൊടുത്തിട്ട് വേണം പോവാൻ. ശരി കല്യാണി, വിശേഷങ്ങൾ പറയാനൊന്നും നേരമില്ല. ഫ്രീ ആവുമ്പോ ഞാൻ ഔട്ട് ഹൗസിലേക്ക് വരാം. ശരി ശരി. പോട്ടെ. ആഹാ, എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കായിരുന്നോ? ദാ ചായ. എന്താ എന്താ ഇങ്ങനെ നോക്കണേ? കല്യാണി, നീ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോ ഇത് കനവാണോ കാഴ്ചയാണോ എന്നൊരു സംശയം. അതെ, ഇന്നലെ എന്റെ വല്യ കുഞ്ഞ് കണ്ട കിനാവുകളൊക്കെ കൊതുകേടി കാരണം പകുതിക്ക് മുറിഞ്ഞു പോയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണേ. ദാ ചായ കുടിക്കും. ദാ. ഇതെന്താ ഇംഗ്ലീഷ് പത്രം? നീ എന്താ ഇംഗ്ലീഷ് പത്രമാണോ വായിക്കുന്നത്? ഒന്ന് പോവല്ലോ ഞാൻ. കഴിഞ്ഞ ദിവസം ചായ കൊണ്ടുവന്നപ്പോ പത്രം എവിടെയാണെന്ന് ചോദിച്ചില്ലേ? ഇന്ന് ആ ചോദ്യം ഉണ്ടാവാതിരിക്കാനാ പത്രം വാങ്ങിയത്. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പത്രം വേണമെന്ന് ബാബുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. മാസാമാസം ഒരു തുക അതിന് കൊടുക്കണ്ടേ? എവിടുന്ന് കൊടുക്കും? പെണങ്ങല്ലേ കല്യാണി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ. വല്യുഞ്ഞ് പേപ്പർ വായിച്ചോണ്ടല്ലേ ചായ കുടിക്കണേ. വല്യുഞ്ഞിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞില്ലെങ്കി പിന്നെ എന്തിനാ ഞാൻ? വല്യുഞ്ഞെ, ഇന്ന് മലയാള മാസം 1-ാം തീയതിയാ. രാവിലെ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് ഫ്രഷ് ആവ്. ഫ്രഷ് ആവുക മാത്രല്ല കല്യാണി, എനിക്ക് ചില പദ്ധതികളൊക്കെ ഉണ്ട്. ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ പേറ്റന്റ് കല്യാണിയുടെ പേരിലല്ലേ. അത് വെച്ച് നമുക്കൊരു ഇൻവെസ്റ്ററെ കണ്ടെത്തണം. വല്യുഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. നമ്മളെ ഒന്നാക്കിയ വിളപ്പുറത്തമ്മ അങ്ങനെങ്ങ് നമ്മളെ കൈവിടില്ല. എല്ലാത്തിനും ഒരു മാർഗം കാട്ടിത്തരും. മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ആളിനെ ഞാനിപ്പോ ഒരു വിലയില്ലാത്ത ആളാക്കിയോ? എന്റെ ഈ നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളല്ല വില, കോടികളാ. വീട് അച്ഛന് ചായ കൊടുത്തിട്ടില്ല. എന്റെ ദേവി, എന്റെ വല്യുഞ്ഞിന് ഈ ജോലിയെങ്കിലും ശരിയാവണേ. എല്ലാം അറിയാലോ. എനിക്ക് വേണ്ടി എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഇട്ടറിഞ്ഞു വന്നയാളാ എന്റെ വല്യുഞ്ഞ്. ജീവിക്കാനൊരു വഴി കാട്ടിത്തരണേ ദേവി. ആദ്യം നിന്നോടാ വിളിച്ച് പറയുന്നത് കേട്ടോ. ഞാൻ അരവിന്ദിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. നീ ഒന്ന് വെച്ചേ. ഏയ്, കട്ടിയണ്ട. അരവിന്ദ് എന്റെ അരികിലുണ്ട്, ഞാൻ കൊടുക്കാം. ആനന്ദിന്റെ പുതിയ പ്രോജക്റ്റിന് ഇൻവെസ്റ്റർ കിട്ടിയെന്ന്. ദേവി കാത്തു. ഹലോ ബ്രോ.
നീ ഫോൺ സുബ്രുവിന്റെ കൊടുക്ക. ആ ആനന്ദേ, ഇല്ലില്ല, ഞാൻ ഇറങ്ങി. ഓഫീസിൽ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടിയില്ല. കല്യാണിയെ കാണുന്നുണ്ട്, പക്ഷേ ദാസേട്ടനെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ. ഞാൻ ഇറങ്ങുക. ആ ശരി, അങ്ങനെ. എന്തായാലും നിനക്കൊരു ഇൻവെസ്റ്റർ കിട്ടിയെന്ന് അറിഞ്ഞാൽ വലിയ സന്തോഷം, മനസ്സും നിറഞ്ഞു. ശരി, ഓക്കെ. ആ ശരി, ഓക്കേടാ, ബൈ. അല്ലേലും കല്യാണിയുടെ പ്രാർത്ഥന പാഴാവില്ലെന്ന് എനിക്കറിയായിരുന്നു. അരവിന്ദ് കണ്ടില്ലേ, അപ്പോഴും നന്ദന സ്ത്രീപക്ഷത്താ. നിനക്ക് ഇത് തന്നെ വേണോടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. സമാധാനായി. അധികം എന്താ വല്യുഞ്ഞി ഇത്? ആഹാ, അപ്പൊ ഞാനാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവാതെ? കാറ്റായും ഗന്ധമായും സ്പർശമായിട്ടും ഒക്കെ എനിക്ക് എന്റെ വല്യുഞ്ഞിനെ തിരിച്ചറിയാൻ പറ്റും. ഓ, ഇനി നീ എന്നെ ഗന്ധർവനെന്ന് വിളിക്കോ? എന്തു പറ്റി? ഇന്ന് എന്റെ ഗന്ധർവം ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ, എന്റെ അപ്സരസിനോട് പറയാൻ ഒരു നല്ല വാർത്തയായിട്ടാ ഞാൻ വന്നത്. ഓ, അപ്സരസ്. ഈ വിലാസിനി മാഡം പറയുന്ന പോലെ എച്ചിൽ പാത്രം കഴിയുന്നവർക്കൊക്കെ അപ്സരസാവാൻ പറ്റുമോ വല്യുഞ്ഞെ? അത് പോട്ടെ, എന്താ വല്യുഞ്ഞിന് എന്നോട് പറയാനുള്ള ആ സന്തോഷ വാർത്ത? അത് പറ. അത് പറയാം. ആദ്യം നീ ഒന്ന് തിരിഞ്ഞു നിക്ക. തിരിഞ്ഞു നിക്ക. മുല്ലപ്പൂവ്. അതെ, നമ്മുടെ പുതിയ പ്രോജക്റ്റിന് ഒരു ഇൻവെസ്റ്റർ കിട്ടി. സത്യം? പകൽ പോലെ സത്യം. ഈശ്വര, സന്തോഷായി വല്യുഞ്ഞെ. അപ്പോ ദേവി എന്റെ പ്രാർത്ഥന കേട്ടൂല്ലേ? ഈ പ്രോജക്റ്റ് നടന്ന വല്യുഞ്ഞിനെയും കൂട്ടി ദേവിയുടെ അടുത്തേക്ക് പോവാന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതാ. വാ, നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ആയിക്കോട്ടെ. ശരി, ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. ശരി. അവളിപ്പോൾ നിന്നോട് കാണിക്കുന്ന വെറുപ്പും ദേഷ്യവും ഒക്കെ സ്നേഹത്തിന്റെ ആഴക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. അറിയാച്ച, എന്റെ കൈയൊന്ന് പൊള്ളിയപ്പോ അമ്മയുടെ കണ്ണിൽ നിന്ന് ഞാനത് കണ്ടതാ. പക്ഷെ ചെയ്ത ജോലിയുടെ കൂലി അമ്മ എന്റെ നേരെ നീട്ടിയപ്പോ ഞാൻ ആകെ തകർന്നുപോയി. പിന്നീട് ആലോചിച്ചപ്പോ അമ്മ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നി. കാരണം ജോലി ചെയ്താൽ കൂലി കൊടുക്കണമെന്നും കൂലി വാങ്ങണമെന്നും പഠിപ്പിച്ചത് അമ്മയാണ്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. പിന്നെ കുത്തിയുള്ള ഡയലോഗ് അത് പറഞ്ഞത് അമ്മയല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാണെന്ന് എനിക്കറിയാം.
ഇതൊന്ന് നേരിട്ട് പറയാൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞത്. പോട്ടേച്ച. എന്തായിരുന്നു അച്ഛനും മകനും കൂടി ഒരു കൂടിക്കാഴ്ച? അച്ഛനും മകനും തമ്മിലുള്ള കണ്ടുമുട്ടലിന് പ്രത്യേക അജണ്ടയെന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ അഖില. അവന്റെ ഒരു പ്രോജക്റ്റിന് ഇൻവെസ്റ്റർ കാണാൻ പോയ കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. ഏതായാലും ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഔട്ട് ഹൌസിൽ താമസിക്കുന്ന അവന്റെ നിലവാരത്തിനൊത്ത ഒരു ജോലി അവൻ കണ്ടെത്തി. അവന്റെ ഭാര്യ വീട്ടുകാരുടെ സമ്പത്തിനും കുലമഹിമയ്ക്കും ചേർന്ന ഒരു ജോലി, വർക്ക്ഷോപ്പ് മേസ്ത്രി. പക്ഷെ കുറ്റം പറയരുതല്ലോ, അവന്റെ കൈ തൊട്ടപ്പോഴേ വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടാകുക മാത്രമല്ല, വർക്ക്ഷോപ്പ് മേസ്ത്രിയുടെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. അഖില, എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയും അന്തസ്സും ഉണ്ട്. അതെ കൃഷ്ണേട്ടാ, സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച് MBA ഗോൾഡ് മെഡലിസ്റ്റായ കൃഷ്ണേട്ടന്റെ മകൻ മെക്കാനിക്കായത് അവന്റെ വിധി. അടുക്കളക്കാരിയെ കണ്ടപ്പോ അമ്മയും മറന്ന അവനിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ചിലർക്ക് ചില പ്രായത്തിൽ രാജയോഗം ഉണ്ടാവും. കൃഷ്ണേട്ടന്റെ മകന് ദരിദ്രയോഗമായിരിക്കും ജാതകത്തിൽ വിധിച്ചിട്ടുള്ളത്. അതാണ് വിധിയെങ്കിൽ അതവൻ അനുഭവിച്ച് തീർക്കട്ടേക്കില്ല. ഏതായാലും നിന്റെ മനസ്സിൽ അവൻ മരിച്ചു കഴിഞ്ഞല്ലോ. ചത്ത കുഞ്ഞിന്റെ ജാതകം ആരും വായിക്കാറില്ല. അതങ്ങ് കത്തിച്ചളഞ്ഞേക്ക്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വർക്ക്ഷോപ്പ് മേസ്ത്രിയുടെ കൈ പൊള്ളിയപ്പോ എന്തിനാണ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ഉള്ളു പടഞ്ഞത്? ശരി. എന്താ പ്രിയങ്കി, ആളങ്ങ് സീരിയസ് ആയല്ലോ. ആരായിരുന്നു ഫോണില്? വിലാസിന ആന്റിയോ? വിലാസിനി ആന്റിയോ? അവരെന്തായി രാത്രിയില്? തൃച്ചംബരത്തിന്റെ കാറ്റിന്റെ ഗതി മാറുന്നുണ്ടോന്നൊരു സംശയം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ പ്രിയങ്കി. പറയാം. അതൊരിക്കലും സംഭവിക്കില്ല. നോ. അഖില, നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. നീ കുറച്ചു മുമ്പ് അവന്റെ ജോലി ആക്ഷേപിച്ച് പറഞ്ഞത് കേട്ടല്ലോ. എന്നാൽ അവന്റെ പുതിയ പ്രോജക്റ്റിന് ഒരു ഇൻവെസ്റ്റർ കിട്ടിയിരിക്കുന്നു. എത്ര വലിയ ഇൻവെസ്റ്ററെ കിട്ടിയാലും പെറ്റമ്മയുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുള്ള ഒരു മക്കളും ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല.
അഖില കുറച്ചു നാളായി ഈ ഇരിപ്പാണല്ലോ. നിന്റെ മനം നീറി നീറിയുള്ള ഈ ഇരിപ്പുണ്ടല്ലോ, ഈ ഇരിപ്പ് കണി കാണുന്നതാ ഈ വിലാസിനിക്ക് എന്നും ഇഷ്ടം. പക്ഷെ ഇന്നത്തെ ഈ ഇരിപ്പുണ്ടല്ലോ, അതെന്റെ ഉള്ളിൽ ആകെ ഒരു അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. ചേച്ചി, ചേച്ചി, ആനന്ദിന്റെ കൈ ഉണങ്ങി കാണുമോ എന്തോ. കാറിന്റെ എഞ്ചിൻ ഇത് പൊള്ളിയതല്ലേ, നല്ല ആഴത്തിലുള്ള പൊള്ളലായിരിക്കും. കരിയാൻ വലിയ പാടാ. ദേ നോക്കണ്ട, ഈ മനസ്സ് നിഴലിനെ പോലെ കൂടെ നടന്ന് മനസ്സിലാക്കിയവളാ ഞാൻ. ഇനി അധികം ദിവസമില്ലല്ലോ. എന്നാ ഞങ്ങളങ്ങോട്ട്. അല്ല, ആനന്ദ് സാറിനെ കണ്ടില്ലല്ലോ. ആനന്ദ് ഒരു ഓൺലൈൻ മീറ്റിംഗില. എന്തായാലും മികച്ച അമ്മയും മകനുമായി തെരഞ്ഞെടുക്കപ്പെട്ട അഖില മാഡത്തിനും ആനന്ദകൃഷ്ണ സാറിനും അഭിനന്ദനങ്ങൾ. ബെസ്റ്റ് മോം ആൻഡ് സൺ. മക്കളുടെ മുന്നിൽ സന്തോഷത്തോടെ തോറ്റു കൊടുക്കുന്നവരാണ് നല്ല അച്ഛനമ്മയെന്ന് കേട്ടിട്ടുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് വേണം ബെസ്റ്റ് മോം ആൻഡ് സൺ അവാർഡ് കൊടുക്കാൻ. അല്ലാതെ മകന്റെ അന്നത്തിലും മണ്ണ് വാരിടുന്ന അമ്മയല്ല ബെസ്റ്റ് അമ്മ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? തലവും സാഹചര്യം നോക്കാതെ വായി വരുന്നതൊക്കെ വിളിച്ച് പറഞ്ഞോ അടിച്ച് കാരണം വിളിക്കും ഞാൻ. സോറി, നിങ്ങൾ വയ്ക്കോളൂ. ശരി സർ. ശരി സർ. ചെയർമാന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. അതെ അതെ, അത് ശരിയാ. ഞാൻ വായ തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല, ഞാൻ വിളിച്ചു പറഞ്ഞത് പരമമായ സത്യം. എന്ത് സത്യം? ആയിരങ്ങൾക്ക് അന്നം കൊടുക്കുന്നവരാ തൃച്ചംബരത്തുകാര്, അല്ലാതെ മറ്റുള്ളവരുടെ അന്നത്തിൽ മണ്ണ് വാരിയിടുന്ന ശീലം നമുക്കില്ല. എന്നിട്ടാണോ ബ്രോ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ പാറ്റന്റ് വെച്ച് പുതിയൊരു കമ്പനി തുടങ്ങാൻ ഇൻവെസ്റ്ററിംഗ് കണ്ടെത്തി കഴിഞ്ഞപ്പോ അത് കോടതി വഴി സ്റ്റേ ചെയ്തത്? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD-യുടെ പേരിലാണ് സ്റ്റേ. ഈ പ്രവൃത്തിക്ക് നാടൻ ഭാഷയിൽ പറയുന്നതാണ് അന്നത്തിലും മണ്ണ് വാരിയിടൽ. അത് തൃച്ചംബരത്ത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സമ്പാദ്യമല്ലേ കല്യാണി? നീ ബ്രാൻഡ് അംബാസിഡർ ആയതിന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിനക്ക് തന്ന പ്രതിഫലം. ഇപ്പോഴും നീ തന്നെയാ ആ പ്രോഡക്റ്റിന്റെ അംബാസിഡർ. ആ പണം എന്റെ സംരംഭത്തിന് ഉപയോഗിക്കാൻ ഈ ആനന്ദകൃഷ്ണനില്ല. വല്യുഞ്ഞ്, ഇതെന്റെ സമ്പാദ്യമാണ്. പിറന്നാളിനും വിഷുവിനും ഓണത്തിനുമൊക്കെ എല്ലാരും തരുന്ന കൈനീട്ടോ സമ്മാനമാ. അനിയൂട്ടാ, എന്താ ഇത്? നിന്റെ ഈ മനസ്സിന് ഞാൻ എന്താടാ തരേണ്ടത്?
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ശ്രീനിവാസ് ഇരിക്കൂ. താങ്ക് യു. എന്താ സർ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? കല്യാണിയുടെ പേരിലുള്ള പേറ്റന്റിനെതിരെ കമ്പനി കോടതി നോട്ടീസ് അയച്ചു. എന്താടോ മറുപടി ഇല്ലേ? ആരോ പറഞ്ഞതാണ് ചെയ്തത്? എടോ താൻ ചോദിച്ചു കേട്ടില്ലേ ആര് പറഞ്ഞ താനാ ചെയ്തെന്ന്? കമ്പനി ലീഗൽ അഡ്വൈസർ കൊണ്ട് കോടതിയും സ്റ്റേ വാങ്ങിച്ചത് ഞാൻ തന്നെയാണ്. ആര് പറഞ്ഞിട്ടാ? നിങ്ങൾക്കാരാ അതിന് അധികാരം തന്നത്? സോറി മാഡം, സ്വന്തം സ്ഥാപനത്തിന്റെ ഒരു പ്രോഡക്റ്റിന് മറ്റൊരു കമ്പനിയുടെ സമാന പ്രോഡക്റ്റിന്റെ വരവ് നഷ്ടമുണ്ടാക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ലീഗൽ അഡ്വൈസറുമായി ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് മാഡം. ലീഗൽ അഡ്വൈസർ മാഡത്തെ ഫോണിൽ ബന്ധപ്പെടാൻ നോക്കി, കിട്ടിയില്ലെന്നാ പറഞ്ഞത്. ഇന്ന് കോടതി അവധിയായതിനാൽ ഇന്നലെ തന്നെ അടിയന്തരമായി സ്റ്റേ ഓർഡർ വാങ്ങിക്കേണ്ടി വന്നു. ഇതാണ് മാഡം അതിന്റെ കോപ്പി. ഒരു മാനേജർ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നാളെ തന്നെ സ്റ്റേ ഓർഡർ പിൻവലിക്കാനുള്ള നടപടികൾ ചെയ്യാം മാഡം. അതെ, താൻ കമ്പനിയിലെ വേറൊരു ജോലിക്കാരനാ, അല്ലാതെ കമ്പനിക്കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവര് പറയുന്നത് താൻ കേട്ടാ മാത്രം മതി. അല്ലാതിന് മേലെ ഇത്ര ഓവർ സ്മാർട്ടസ് കാണിച്ച് തന്നെ എടുത്ത് വെളിയിലാക്കും ഞാൻ. സോറി സർ. സോറി മാഡം. നാളെ തന്നെ കേസ് പിൻവലിച്ചേക്കും. നോ. ഇതെന്താ പ്രിയങ്കെ, മരുന്ന് ബോട്ടിൽ പോലെ ഉണ്ടല്ലോ? മരുന്ന് തന്നെയാ, പക്ഷേ ജീവൻ നിലനിർത്താനുള്ളതല്ല, ജീവൻ എടുക്കാനുള്ള മരുന്ന്. ഇത് ആ അഖിലാണ്ടേശ്വരിക്ക് ആന്റി വേണം കൊടുക്കാൻ. അതൊന്നും എനിക്ക് പറ്റില്ല. ദേ, ഈ മരുന്നെങ്ങാനും ഞാൻ കലക്കി കൊടുത്ത അഖിലാണ്ടേശ്വരി പെട്ടെന്നങ്ങ് ചത്തുപോയാലേ പിന്നെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോവും. വേണ്ട വേണ്ട, അത്ര വലിയ മണ്ടത്തരമൊന്നും കാണിക്കാൻ ഞാനില്ല. പേടിക്കണ്ട ആന്റി. ദേ, ഇതങ്ങനെ ഉള്ളിലോട്ട് ചെന്നാൽ ഉടനെ ചാവുന്ന മരുന്നല്ല. പതിയെ പതിയെ ഉള്ളിലോട്ട് ചെന്ന് ജീവൻ എടുക്കുന്ന മരുന്ന്. സ്ലോ പോയിസൺ. സ്ലോ പോയിസണോ? അതെ ആന്റി. ഈ മെഡിസിൻ അഖിലാണ്ടേശ്വരി മുടങ്ങാതെ കഴിക്കാറുള്ള ടോണിക്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അഖിലാണ്ടേശ്വരി ടോണിക്കാണെന്ന് കരുതി സന്തോഷത്തോടെ കഴിച്ചോളൂ. 10 ദിവസം ഇത് തുടർച്ചയായി കഴിച്ച ആന്തരിക അവയവങ്ങളൊക്കെ പതിയെ പതിയെ കേടായിക്കോളും. അപ്പൊ അതോടെ തീരുവല്ലേ? ഇല്ല, ആള് ചാവില്ല. അഖിലാണ്ടേശ്വരി അങ്ങനെ പെട്ടെന്ന് ചാവാൻ പാടില്ല. ജീവച്ഛവം പോലെ ഒന്നനങ്ങാൻ പോലും വയ്യാതെ വെട്ടിക്കിടന്ന് നരകിക്കണം. ആ, അത് കൊള്ളാം. ജീവച്ഛവം പോലെ നരകിച്ച് കിടക്കണം. ഒന്ന് മൂളാൻ പോലും കഴിയാതെ അഖില അങ്ങനെ കിടക്കുമ്പോ തൃച്ചംബരത്തെ വിലാസിനിയായി എനിക്ക് മുന്നിൽ ചെന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അതെ ആന്റി, ആ സ്വപ്നം നിറവേറ്റാനാ ഇത്. ദാ, ഇത് വാങ്ങിക്കേ. എന്താ ആന്റി, ഓക്കെ അല്ലേ? ഓക്കെ. നീ എന്നെ നാഗരികാവിന്റെ മുന്നിലേക്ക് ഇറക്കിയേക്ക്. അവിടെ ഡ്രൈവർ കാത്തു കിടക്ക. ശരി ആന്റി, വാ. കാരണം എന്റെ പേറ്റന്റ് ഇപ്പൊ സ്റ്റേ ചെയ്തിരിക്കുക. അതൊക്കെ അറിഞ്ഞു ആനന്ദ്.
അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ദാ സൈൻ ചെയ്യും. ഈ ഒരു പ്രൊജക്ട് മാത്രമല്ല, നിങ്ങളുടെ മറ്റു പ്രൊജക്ടുകളിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ആനന്ദിന്റെ കയ്യിൽ മറ്റു പ്രോജക്റ്റുകൾ വല്ലതുണ്ടോ? ആദ്യം ഈ ഒരു പ്രോജക്ട് സക്സസ്ഫുൾ ആവട്ടെ സർ, അതിനുശേഷം മറ്റു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കാം. മിസ്റ്റർ ആനന്ദ്, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല സർ. ആനന്ദ്, കോഫി കുടിക്കൂ. കുടിക്കാം സർ. എല്ലാ കമ്പനികളുടെയും ഷെയറുകൾ വാസ്തവത്തിൽ സ്റ്റഡിയല്ല. എന്നാൽ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷെയറുകൾ വളരെ സ്റ്റഡിയാണ്. ലുക്ക് മിസ്റ്റർ ആനന്ദ്, നമ്മുടെ ഈ പ്രോജക്റ്റുകൾക്ക് മേൽ ഒരു കമ്പനികളും വളരാൻ പാടില്ല. നമ്മളായിരിക്കണം ഏറ്റവും മുൻപന്തിയിൽ. എന്താ മിസ്റ്റർ ആനന്ദ്, എഗ്രിമെന്റ് മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് എഗ്രിമെന്റ്. ഇല്ല സർ, പറഞ്ഞ വ്യവസ്ഥകളെല്ലാം കറക്റ്റാ. പക്ഷേ സൈൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളൊന്നും ആലോചിക്കണമല്ലോ, തെറ്റുപറ്റരുതല്ലോ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ നല്ല സമയം നോക്കി സൈൻ ചെയ്യണം എന്ന് കരുതി പറഞ്ഞതാണ്. അതുകൊണ്ട് ആദ്യം സൈൻ ചെയ്യൂ, അതിനുശേഷം വായിക്കൂ. നോ സർ, ഞാൻ ഏത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാതെ സൈൻ ചെയ്യാറില്ല. വെരി ഗുഡ്, അത് വളരെ നല്ല പോളിസിയാണ്. എന്നെ വിശ്വസിച്ച് സാറ് ഏൽപ്പിക്കുന്ന പ്രോജക്റ്റ്, അതിലൊരു കാരണവശാലും ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. ദാറ്റ്സ് കറക്റ്റ്. സർ, എന്താണ് സർ ഇത്? എന്താ വൈകുന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വേഷമൊക്കെ ഒന്ന് മാറ്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഏയ്, ചായ ഇപ്പൊ വേണ്ട കല്യാണി, നീ ഇവിടെ ഇരിക്കാം. എന്താ എന്താ വല്യഞ്ഞിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? പോയ കാര്യം എന്തായി? അത് ശരിയാവില്ല കല്യാണി. എന്തു പറ്റി വല്യുഞ്ഞെ? പ്രൊജക്ട് ഇഷ്ടമായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അവരുടെ ഡിമാൻഡുകൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തില്ല. അമ്മയും ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന് അവരും അറിഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് കാട്ടുതീ പോലെ പടരുമല്ലോ. അമ്മയ്ക്ക് എന്നോടുള്ള തർക്കം മുതലെടുത്ത് എന്നെ കരുവാക്കി ബിസിനസ് വളർത്താനായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് എന്റെ അമ്മയുടെ ബിസിനസ് സാമ്രാജ്യം എന്നെ കൊണ്ട് ഇല്ലാതാക്കണമെന്ന്. എങ്ങനെയുണ്ട് ഓരോരുത്തരുടെ ബുദ്ധി? അയാള് പറയ ഇപ്പൊ നമ്പർ 1 ആയി നിൽക്കുന്ന കമ്പനിയെ 6 മാസത്തിനകം പിന്നിലാക്കാവുന്നൊരു കണ്ടീഷൻ. അതൊരു വലിയ കാര്യമൊന്നുമല്ല, ഏതൊരു ബിസിനസ്സുകാരന്റെയും ആഗ്രഹം മാത്രം. ആനന്ദ്, അതൊന്നും അത്ര ഗൌരവത്തിലെടുക്കണ്ട. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് സൈൻ ചെയ്യൂ. സർ, ബിസിനസ്സിൽ നമ്പർ 1 കമ്പനി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതായത് എന്റെ അമ്മയുടെ കമ്പനി. ആ കമ്പനിയെ 6 മാസത്തിനകം പിന്നിലാക്കി ഞാൻ ജയിച്ചു കയറണമെന്നാണോ കണ്ടീഷൻ? അത് മിസ്റ്റർ ആനന്ദ്, ആനന്ദ് ഒരു ബിസിനസ്സുകാരനല്ലേ? ഏതൊരു ബിസിനസ്സുകാരന്റെയും ലക്ഷ്യം വിജയമാണല്ലോ. ഞാൻ എന്റെ അമ്മയ്ക്കെതിരെ പ്രവർത്തിക്കുമെന്ന ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. 6 മാസം കൊണ്ട് അവരുടെ കമ്പനി ഞാൻ 1-ാം സ്ഥാനത്ത് എത്തിക്കണമെന്ന്. അതായത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഞാൻ 2-ാം സ്ഥാനത്താക്കണമെന്ന്. നീ എന്തോന്നും മിണ്ടാതിരിക്കുന്നത്? എന്റെ പ്രോജക്റ്റിന് ഇൻവെസ്റ്ററെ കിട്ടാൻ വേണ്ടി എന്റെ അമ്മയുടെ കമ്പനിയെ ഞാൻ തകർക്കണോ? എന്താ, ഞാൻ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചതിൽ നിനക്ക് വല്ല വിഷമമുണ്ടോ? എനിക്കൊരു വിഷമേ ഉള്ളൂ. ഞാൻ കാരണം ഈ മകൻ അമ്മയെ വിട്ടിറങ്ങി വന്നതിലുള്ള വിഷമം. ഇൻവെസ്റ്റർ വേറെ വരും, എനിക്കൊരു വിഷമവും ഇല്ല. അത് നമ്മുടെ അമ്മയെ തോപ്പിച്ചിട്ട് വേണ്ട. ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നാലും കാലങ്ങളോളം കാണാതിരുന്നാലും ഈ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം
ഓരോ പടിയെന്നും കൂടുകയുള്ളൂ. ഇങ്ങനൊരു അമ്മക്കുഞ്ഞ്. അമ്മക്കിളിയുടെ താരാട്ട് കേട്ട് വളർന്ന ഞാൻ ഒരു പഞ്ചവർണ്ണ കിളിയുടെ കൂട്ടിലകപ്പെട്ടില്ലേ? അതെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി കൂടിയുണ്ട്. അമ്മ കുഞ്ഞപ്പോഴേക്കും പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഇത് തന്നെ പറ്റിയ സമയം. ചേച്ചി, ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ എന്തൊരു തിരക്കാ. പകർച്ചവ്യാധി കൂടി ആയതോടെ മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ ഒരു ഉത്സവത്തിനുള്ള ആൾക്കൂട്ടാ. എത്ര നേരം ക്യൂ നിന്നിട്ടാ ഇതൊന്ന് കിട്ടിയെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ സ്റ്റോറിൽ വിളിച്ചു പറയാന്ന്. അവരിങ്ങെ കൊണ്ടെത്തിക്കുമായിരുന്നല്ലോ. വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് പിന്നെ ചേച്ചിയുടെ ഒരു കാര്യത്തിന് പോകുമ്പോ ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. ചേച്ചി, ഇത് തുറക്കാൻ വയ്യ. ഒരു കത്തിയോ മറ്റോ കിട്ടിയിരുന്നെങ്കിൽ. ആ ഫ്രൂട്ട്സിന്റെ ബൗളിലുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി ആന്റി, ഈ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്നത് അബദ്ധം. അതാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. ഇനിയുള്ള അഖിലയുടെ ഓരോ നിമിഷവും ആന്റി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും എന്തെങ്കിലും ഉണ്ടായാ എന്നെ വിളിച്ച് കാണണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉടനെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ശരി പ്രിയങ്കേ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി, ടേക്ക് കെയർ. മോനെ, ആനന്ദ് അമ്മയെന്ന് വിളിക്കുന്നത് പോലെ.
മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നന്ദനയുടെ ഫോൺ വന്നത്. കാര്യം ഉണ്ടായിട്ട് തന്നെ വിളിച്ചു വരുത്തിയത്. എന്ത് കാര്യം? ദേ, ഇനി നിങ്ങൾ കൂടി എന്നോട് സംസാരിക്കാൻ വന്ന് അഖില മാഡത്തിന്റെ ദേഷ്യത്തിന് കാരണക്കാരാവണ്ട. അതിന് വെറുതെ സംസാരിക്കാൻ വന്നതല്ലല്ലോ ഞങ്ങള്. ന്യായമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി തന്നെ വിളിച്ചു വരുത്തിയത്. അതെ കല്യാണി, അരവിന്ദ് പറഞ്ഞതുപോലെ ന്യായമായ ഒരു കാര്യം പറയാൻ തന്നെയാ ഞാൻ പറയുന്നത്. കാര്യമായ എന്തോ ചർച്ചയിലാണല്ലോ. എന്തായിരിക്കും? വിലാസിന് എന്നോട് പറയാം. ആ ഹെർബൽ പ്രൊഡക്റ്റിന്റെ പേറ്റന്റ് കല്യാണിന്റെ പേരിലാ. അത് ബ്രോ കല്യാണിന്റെ പേരിലാക്കി ഡോക്യുമെന്റ് തന്നതിന് ഞാൻ സാക്ഷിയാ. എന്നിട്ട് ബ്രോയെ കമ്പനിയിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് ഈ പേറ്റന്റ് വെച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഇൻവെസ്റ്ററെ കണ്ടെത്തിയപ്പോ അത് കോടതി വഴി തടസ്സപ്പെടുത്താന്ന് പറഞ്ഞ അമ്മയെന്നല്ല സാക്ഷാൽ സർവേശ്വരം വന്ന് ചെയ്താലും തെറ്റ് തന്നെ. വിടടി, നീ കാണിക്കുന്നേ. അങ്ങോട്ട് നോക്ക്. അവിടെ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. മിക്കവാറും അത് ആന്റിക്കെതിരെ ആവാനാണ് സാധ്യത. അതെ കല്യാണി, അരവിന്ദ് പറഞ്ഞത് ശരിയാ. പേറ്റന്റിനെതിരെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊടുത്ത് സ്റ്റേ നീക്കാൻ നമ്മൾ കോടതി പോവും. അയ്യോ വേണ്ട വേണ്ട, അതൊന്നും വേണ്ട നീ കുഞ്ഞെ. അഖില മേഡത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും നേടണ്ട. കല്യാണി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തോൽപ്പിക്കാനല്ല, എന്റെ ബ്രോ തോൽക്കാതിരിക്കാനാ. കഴുത്തിൽ താലി കിട്ടിയവൻ തോറ്റ് തല കുനിച്ചു നിൽക്കുന്നത് കാണാൻ അന്തസ്സുള്ള ഒരു പെണ്ണും തയ്യാറാവില്ല കല്യാണി. എന്താ ആനന്ദ അടുക്കളക്കാരി ഉപേക്ഷിച്ച് തൃച്ചംബരത്തേക്ക് വന്നോ? ഇവൾ എന്തൊക്കെയാ പ്രിയങ്ക ഈ പറയുന്നേ? ആകെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അത് വിടാ ആന്റി. ആന്റി എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? കാര്യമുണ്ട് പ്രിയങ്ക. ഇന്ന് അരവിന്ദും നന്ദനയും കൂടി ആ അടുക്കളക്കാരിയുമായി സംസാരിക്കുന്നത് കണ്ടു. സംസാരിക്കട്ടെ, അതിനെന്താ പ്രശ്നം? അതല്ല പ്രിയങ്ക, ഏതായാലും കല്യാണിയുടെ സൈൻ വാങ്ങണമെങ്കിൽ അതിലെന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനിയിപ്പോ കമ്പനി പകത്ത് നൽകണമെന്നായിരിക്കോ എന്നാ എന്റെ സംശയം. ആനന്ദിന്റെ കമ്പനിയിൽ കല്യാണിക്ക് എന്താ അവകാശം? അങ്ങനെ സംശയിക്കുന്നതേ മണ്ടത്തരോ. എന്താണ്ടി ഗംഗ പറഞ്ഞതാ ശരി. തൃച്ചംബരത്തെ ഒരു നാണയത്തൊട്ട് പോലും വേണ്ടെന്ന് പറഞ്ഞ് ATM കാർഡ് വരെ വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലേ ആനന്ദ്? അങ്ങനെയുള്ളപ്പോ അതിനൊരു സാധ്യതയില്ല. ഇത് മറ്റൊന്നുമല്ല, ആന്റിയെ ബഫൂൺ ആക്കാൻ വേണ്ടി ആ അരവിന്ദും നന്ദനയും കൂടെ ചെയ്ത പണിയായിരിക്കും. ഞങ്ങളെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞപ്പോഴേ മനസ്സിലായി ആന്റി ബഫൂണായെന്ന്. പ്രിയങ്കേ, തൃച്ചംബരത്ത് ഇപ്പൊ കോമാളി വേഷം കെട്ടാത്ത ഒരാളെയുള്ളൂ, അതേ വിലാസിനിയ. അറിയാം ആന്റി, നന്നായിട്ട് അറിയാം. ആന്റിയെ ഞങ്ങൾ കെട്ടിയടിക്കാൻ പോകുന്നതേ വെറും ബഫൂണിന്റെ വേഷമല്ല, റാണിയുടെ വേഷമാ. തൃച്ചംബരത്തെ മഹാറാണിയുടെ വേഷം. അതിനുള്ള എളുപ്പമാർഗത്തിലൂടെയല്ലേ ആന്റി ഇപ്പൊ സഞ്ചരിക്കുന്നേ? സ്ലോ പോയിസൺ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് ഞാൻ അഖിലാണ്ടേശ്വരിക്കുള്ള ടോണിക് വിറ്റമിൻ. ഗുഡ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത് പറയാനാ ഞാൻ വിളിച്ചത്. തൃച്ചംബരത്ത് ചെന്നിട്ട് പണി ഒരുപാടുണ്ട്. വരട്ടെ എന്നാ. ശരി ആന്റി. ഗംഗെ, വിലാസിനി വെറുമൊരു ബഫൂണല്ല, കൂർമ്മ ബുദ്ധിക്കാരിയാണ്. കല്യാണിയുടെ സൈൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും.